അവൾ വരും വസന്തമായി ഇതൾ തൊടും വിലോലമായി മിഴിയാകെ കനവേകാൻ മനമാകെ കതിരാടാ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നാമത്തിൽ ആമേൻ. എത്രയും വേണ്ട മാതാവേ, നിന്റെ സംസാരത്തോടെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം. ദൈവപരിപാലനയിൽ ആശ്രയിക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ എന്തു ധരിക്കും എന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരിയിൽ ശേഖരിക്കുന്നുമില്ല. എങ്കിലും നിങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയേക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽ നൂൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിനെ ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ, നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്തു ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലരാകേണ്ട. വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെയെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതതിന്റെ ക്ലേശം മതി. സ്നേഹസ്വരൂപനായ ഈ സായംസന്ധ്യയിൽ ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ ജൂലിയായുടെ മധുരവെപ്പിന് വേണ്ടി ഇവിടെ കൂടിയിരിക്കുന്നു. 2-3 പേർ അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യയെ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് അങ്ങയുടെ തിരുവചനങ്ങളോട് ഞങ്ങൾ അരുളി ചെയ്ത ഈശോനാഥ, ജൂലിയായെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്ന ഞങ്ങളുടെ മകളെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. മുമ്പിലേക്കുള്ള അവളുടെ ജീവിതത്തില് വെളിച്ചവും പ്രകാശവുമായി അവളുടെ വഴികളില് അവളെ നയിക്കുവാൻ ഈശോയെ നീ ഓരോ നിമിഷവും അവളോട് കൂടെ ഉണ്ടായിരിക്കണമേ. ഈശോയെ, ഇവിടെ കൂടിയിരിക്കുന്ന അവളെ വളർത്തി വലുതാക്കി ഇത്രയുമാക്കിയ അവളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അമ്മച്ചിയെയും എല്ലാം ഈശോയെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. അമ്മ മാതാവേ, ഇന്നത്തെ ഈ പരിപാടിയും എല്ലാം നന്നായി നടക്കുവാൻ അങ്ങയുടെ മാധ്യസ്ഥം ഞങ്ങൾ അപേക്ഷിക്കുന്നു. നമ്മൾ നന്ദി പറയുമേ. സുസ്ഥയെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഗാനമായി മാറുവാൻ ചാരേ തൂവൽ വീശും വെൺപ്രാവിൻ മന്ത്രണം കേൾക്കുവാൻ ഒഴുകാനുള്ളിലെ തേന്മതി, വിടരാനുള്ളിലെ വെൺമതി, ഒഴുകാനുള്ളിലെ തേന്മതി, വിടരാനുള്ളിലെ വെൺമതി.
കൂടിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും പ്രിയങ്കരിയായ നമ്മുടെ ജൂലിയയുടെ മധുരം വെപ്പിന് വേണ്ടിയാണ്. നമുക്ക് അറിയാം, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും അറിയാമെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമ്മുടെ ജൂലിയ വെട്ടിക്കാലായിൽ സജിയുടെയും സിവിലയുടെയും ഇളയ മകൾ. മധുരം വെക്കാൻ പോകുന്നത് മൂത്ത സഹോദരൻ ജോയൽ, ഭാര്യ ലിജിമോള്, രണ്ടാമത്തെ സഹോദരൻ ജോർലി ആൻഡ് ആൻ. നമുക്ക് ഇനി മധുരവെപ്പ് ചടങ്ങിലേക്ക് കിടക്കാം. ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവരും ഒത്തിരി നേരം വെയിറ്റ് ചെയ്യുമായിരുന്നറിയാം. അപ്പം നിങ്ങൾക്ക് തുടങ്ങാം. കല്യാണ പെണ്ണിന്റെ മധുരം വെച്ചോട്ടെ. ചില്ലയിൽ കൂടാ പോന്നൊരാ പക്ഷികൾ ഓർക്കുവാനോർമതൻ പീലികൾ തന്നിടാം കാതിലായി മെല്ലയാ തേൻമൊഴിയൊന്നിനി ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി ഒഴുകാനുള്ളിലെ തേൻമതി വിടരാനുള്ളിലെ വെൺമതി ആ നിഴലുകൾ നീങ്ങി ഇരുളലമായാറായി നദിയൊഴുകുന്നു കിളിയുണരുന്നു. നിഴലുകൾ നീങ്ങി ഇരുളലമായാറായി നദിയൊഴുകുന്നു കിളിയുണരുന്നു. നാളെ പാടും വീണ തൻ തന്തി പാതയിൽ മാഞ്ഞോ. റോസിലി, ഒഴുകാനുള്ളിലെ തേനദി മെൽബിൻ, ജിബിൻ, കസിൻസ് എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒഴുകാനുള്ളിലെ തേനദി വിടരാനുള്ളിലെ വെൺമതി. ഇപ്പൊ ഇവിടെ ഏറ്റവും അധികമായിട്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നത് ഞങ്ങളുടെ അമ്മച്ചിയുടെ സാന്നിധ്യമാണ്. അമ്മച്ചി വയ്യാതെ ഇരിക്കുവാണ്. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ കല്യാണത്തിനും അമ്മച്ചിയുടെ വക ഒരു നല്ല പാട്ടും ഒക്കെ ആയിട്ട് അമ്മച്ചി ഒത്തിരി ഓളം വെക്കുന്നതായിരുന്നു. ഇപ്പം ഞങ്ങളത് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. അമ്മച്ചിയുടെ വകയായിട്ട്, അമ്മച്ചിയുടെയും അമ്മാവന്റെ അമ്മായിയുടെ ഒക്കെ വകയായിട്ട് ജൂലിയായിക്ക് ഒരു ചെറിയ സമ്മാനം അമ്മച്ചിയുടെ സാന്നിധ്യത്തിലൂടെ അമ്മച്ചിയുടെ സാന്നിധ്യം അതിലൂടെ ജൂലിയായിക്ക് കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ. സാന്ധ്യമേഘം ചൂടി നിൽക്കും ദൂരെ ശാരോൻ പ്രണയവനിൽ. മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി. മാലാഖമാർ വരും വഴി താരയിൽ കണ്ടിന്നു ഞാൻ ആരും തൊഴും പൊൻതാരമായി. മെല്ലെ മെല്ലെ എന്തോ ചൊല്ലും കാമനകൾ തൂമഞ്ഞു വീണ വഴിയേ.
തൂവൽ വീശുമഴകേ. പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ. പിന്നിലാവിൻ ഹൃദയമരുവിൽ തളിരണിഞ്ഞു കനകലതകൾ. പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ. പ്രേമാമൃതം തരും ഇളം ചുണ്ടിൽ തേനൂറുമാറും പനീർ പുഞ്ചിരികൾ. വരൂ പ്രിയേ ഉള്ളിൽ കൊഞ്ചും പൈങ്കിളിയായി തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ. ഇനി എന്നുമെന്നും ഇതുപോലെ നമ്മൾ കനവാർന്ന സ്നേഹമഴയാ തൂമഞ്ഞു വീണ വഴിയേ വെൺതൂവൽ വീശുമഴകേ. എനിക്ക് ഇൻട്രോ പറയാൻ ആരുമില്ല, അതുകൊണ്ട് ഞാൻ തന്നെ പറയുവാണ്. ഞാനും ജൂലിയയുടെ മമ്മിയുടെ സിസ്റ്റേഴ്സ്, ഞാനും എന്റെ ചേച്ചി ജാസ്മിനും കൂടെ കൊടുക്കുവാണ്. ഞങ്ങളുടെ ഫാമിലി ഇവിടെ എത്തിയിട്ടില്ല, അതുകൊണ്ട് അവരെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ തന്നെ മധുരം കൊടുക്കുവാണ്. പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ. പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താഴെ. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ജൂലിയയ്ക്ക് ആശംസ അർപ്പിച്ച് മധുരം വെക്കാനായി അവരെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. ഞങ്ങളുടെ വീട്ടില് എല്ലാരും മധുരം വെച്ചു. ഞങ്ങളുടെ വീട്ടിലെ ഏറ്റവും വലിയ കുഞ്ഞുമോള് ലിയാക്കുട്ടി മാത്രം മധുരം വെച്ചില്ല. മധുരം വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ലിയാക്കുട്ടി ആന്റിക്ക് മധുരം വെക്കുന്നതായിരിക്കും. മാറിവിൽ മാഞ്ഞതും രാവുകൾ പോയതും നാം അറിഞ്ഞതില്ല. പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും. പതിവായി ചാരി നിന്നതും പറയാതെ തമ്മിൽ കണ്ടതും ഏതേതോ തേരേറിപ്പോയോ. ഒന്നൊന്നും മിണ്ടാതെ പോയോ. പകലുകൾ തീരാതെ പുതുമഴ തോരാതെ തിരുച്ചിറകറിയാതെ ഒന്നാകുന്നേ. പല നിറമകലുന്നേ പുതുനിറമുണരുന്നേ ഒരു സ്വരമുയരുന്നേ നെഞ്ചിൽ താഴെ.
എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞായി തോരാതെ പെയ്തു നീയേ. പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നിൻ കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ. ആരാരും കാണാ മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നീതാ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. ഓരോ രാവും പകലുകളായിതാ, ഓരോ നോവും മധുരിതമായിതാ. നിറമേഴിൻ ചിരിയോടെ ഒളിമായ മഴവില്ലായി ഇനി എൻ വാനിൽ തിളങ്ങി നീയേ. മഴ പോലെ എന്നിൽ പൊഴിയുന്നു, നേർത്ത വെയിലായി വന്നു മിഴിയിൽ തൊടുന്നു പതിവായി നിന്നനുരാഗം. ഒരു കാറ്റ് പോലെ പുണരുന്നു നെഞ്ചിൽ, നിള പോലെ കൊഞ്ചി ഒഴുകുന്നിതെന്നും അഴകേ ഈ അനുരാഗം. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ജനൽപടി മേലെ ചുമരുകളാകെ വിരലാൽ നിന്നെ എഴുതി. ഇടവഴിയാകെ അലഞ്ഞൊരു കാറ്റിൽ നീയാ ഗന്ധം തേടി. ഓരോ വാക്കിൽ ഒരു നദിയായി നീ, ഓരോ നോക്കിൽ ഒരു നിലവായി നീ. തിരപാടും കടലാകും തളിരോമൽ മിഴിയാഴം തിരയുന്നു എൻ മനസ്സുമല്ലേ. ജീവാംശമായി താനേ നീ എന്നിൽ കാലങ്ങൾ മുന്നേ വന്നു. ലോകർക്ക് സാന്ത്വനം ഏകുവാൻ ഭൂമി സ്വർഗം ചമയ്ക്കും കുടുംബമാകാം.
സാന്ത്വനം ഏകുവാൻ ഭൂമിയിൽ സ്വർഗം ചമയ്ക്കും കുടുംബമാകാം. ത്യാഗാത്മകമാം ദൈവസ്നേഹത്തിൻ വണ്ണം വിടത്തും കുടുംബമാകാം. ത്യാഗാത്മകമാം ദൈവസ്നേഹത്തിൻ വണ്ണം വിടത്തും കുടുംബമാകാം. ബന്ധങ്ങളെ നിത്യം നവ്യമാക്കിയിടുന്ന വിശ്വാസയാത്രയിൽ ബന്ധങ്ങളെ നിത്യം നവ്യമാക്കിയിടുന്ന വിശ്വാസയാത്രയിൽ മുന്നേറിടാം. വിശ്വസിച്ചേകമായി പ്രാർത്ഥന ചെയ്യുന്ന അന്യോന്യമറിയും കുടുംബമാകാം. വിശ്വസിച്ചേകമായി പ്രാർത്ഥന ചെയ്യുന്ന അന്യോന്യമറിയും കുടുംബമാകാം. അനുഭവങ്ങൾ ജീവിതാദർശമെല്ലാം തമ്മിൽ പകർന്നു സായുജ്യമേകാം. അനുഭവങ്ങൾ ജീവിതാദർശമെല്ലാം തമ്മിൽ പകർന്നു സായുജ്യമേകാം. പകരുന്ന കൂട്ടായ്മ തങ്ങളിൽ പങ്കുവയ്ക്കുന്ന കുടുംബമാകാം. ലോകർക്ക് സാന്ത്വനം ഏകുവാൻ ഭൂമിയിൽ സ്വർഗം ചമയ്ക്കും